പ്രിയ നടൻ സലീം കുമാർ നമ്മളോട് ഇവിടെ പറഞ്ഞു. റിയൽ ലൈഫിലൊക്കെ നമ്മൾ തമാശ പറയാനൊക്കെ യൂസ് ചെയ്യുന്ന മിക്ക സംഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ ആയിരിക്കും. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും ഒടുവിൽ ഗുരുവിന്റെ അന്നാക്കിൽ ഒരു വീട് മണൽ വാരിയിട്ട് കാബേജ് രാഗത്തിൽ ഞാൻ കിച്ച്. ഏകദേശം ഈ 90കളുടെ അവസാനത്തോടെയാണ് സലീം കുമാർ മലയാള സിനിമയിൽ സജീവമാണത്. അതുപോലെ തന്നെ അതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഹാസ്യശൈലിക്ക് അല്ലെങ്കിൽ പുതിയൊരു ഹാസ്യശൈലിക്ക് അദ്ദേഹം ജന്മം നൽകിയിരുന്നു. എല്ലാ ഭ്രാന്തന്മാരും ഇപ്പൊ കിട്ടും ബിരിയാണി ഇനി ചിലപ്പോ അവിടെ ബിരിയാണി കൊടുക്കണ്ടെങ്കിലാ പറയാൻ പറ്റൂലേ. നമ്മളൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മളൊക്കെ ഓർത്തിരിക്കുന്ന തെങ്കാശിപ്പട്ടണം, മീശമാധവൻ, പറക്കുംതളിക, ചട്ടമ്പിനാട്, മായാവി, ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത സിനിമകളിലെ ചിരി കഥാപാത്രങ്ങൾ. അപ്പൊ ശരിക്കും വക്കീൽ തന്നെയാണല്ലേ? കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. പിന്നെ ഒരു ഗൗരവമുള്ള ജോലി നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഈ കാരിക്കേച്ചർ പോലെയുള്ള ഹാസ്യ കഥാപാത്രങ്ങൾക്ക് പുറമെ ക്വീൻ, അതുപോലെ കറുത്ത ജൂതൻ, ഗ്രാമഫോൺ എന്നീ സിനിമകളിലെ ശക്തമായ കഥാപാത്രങ്ങൾ. അസമയത്തൊരു പെൺകുട്ടി ഏതാണ് ആ സമയം? ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന അയൽക്കാരി എന്നെ തിരിച്ചറിയാത്തത് എന്തോ. ടൈമിംഗ് ഇല്ല എന്ന് പറഞ്ഞ് സെറ്റിൽ നിന്ന് പറഞ്ഞു വിട്ടവരെ കൊണ്ട് തന്നെ കൈയടിപ്പിച്ച ആദാമിൻ്റെ മകൻ അബു, അച്ഛനുറങ്ങാത്ത വീട് എന്നീ ചിത്രങ്ങളും കഥാപാത്രങ്ങളും. എന്താ സുലൈമാനെ നീ പറയുന്നത്? ഈ യൂണിയൻ ലീഡേഴ്സിന്റെ കോൺഫറൻസിന് ഒരു 4 ദിവസം ഉണ്ടായിരുന്നു. കേരള ഹൗസിലെ അവിടെ താമസിച്ചത്. വെറും ഒരു കൊമേഡിയൻ എന്ന വിശേഷണത്തിൽ നിന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടൻ എന്ന ബഹുമതിയിലേക്ക് നടന്നു കയറിയൊരു അതുല്യ കലാകാരൻ. 1969 പറവൂരിൽ ജനിച്ച് തൻ്റെ 57-ാം വയസ്സിൽ നമ്മളോട് വിട പറയുമ്പോൾ നമുക്കൊക്കെ ഒരായുഷ്കാലം മൊത്തം ഓർത്ത് ചിരിക്കാനുള്ള വക തന്നിട്ടാണ് അദ്ദേഹം പോകുന്നത്. പ്രണാമം.